ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണെന്ന് പുറത്തു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ, പ്രിയങ്ക ഗാന്ധിയാണോ, വി.ഡി. സതീശനാണോ മാപ്പി ചോദിക്കും. നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ന് KPCCക്ക് മുന്നിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള BJP ഇന്ന് KPCC ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ ഒരു സ്ഥലം മറച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ പ്രതിഷേധത്തിലേക്ക് രാഹുൽ ഗാന്ധി ആരെവിടെ പ്രിയങ്ക, ആരെവിടെ പ്രിയങ്ക? ഒരു മറുപടി നോക്കിട്ടോ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ ബാധിക്കുന്ന മറിച്ചിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നേതാക്കളെല്ലാം ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ നടന്ന കോൺഗ്രസിന്റെ പ്രതിഷേധം അത് വലിയ രീതിയിൽ അത് രാജ്യത്തെ കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ മാർച്ച് നടന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നടത്തിയിട്ടുണ്ട്. അതാണ് BJP ഇക്കാര്യത്തിൽ ആരോപിക്കുന്നത്. സമരത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വിദേശത്ത് സ്ഥാനത്ത് അവമാനിക്കുന്നതടക്കമുള്ള വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ
ജലപീരങ്കി ഉൾപ്പെടെയുള്ള വലിയ പൊതുസന്നാഹവുമുണ്ട്. ഒപ്പം തന്നെ ജലപീരങ്കി ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നു. ഒപ്പം തന്നെ ബാരിക്കേഡിന് മുകളിൽ നിന്ന് കൊടിയുയർത്തി രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിച്ചതാണ് കാണാൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ പ്രവർത്തകരെ, രാജ്യത്തിന് മുഴുവൻ തന്നെ കലാപം അഴിച്ചുവിടുന്നതിന് വേണ്ടി ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഇന്നലെ ഡൽഹിയിൽ നടന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു സംഭവം കണ്ടു, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്. ഇന്നലെ നടന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ആക്രമിക്കാൻ ഒരു ശ്രമം. ഈ നാടിനെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ആക്രമണ ശ്രമം നടത്തിയത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. 12 കൊല്ലം ഈ നാടിനെ നന്നാക്കി, രാജ്യത്തിനെ നന്നാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിനെ ഇങ്ങനെ അപമാനിക്കാനും അദ്ദേഹത്തിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം മറിക്കാനും ഞങ്ങൾ കോൺഗ്രസിനെ സമ്മതിക്കില്ല, അട്ടിമറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇന്ന് പറയാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതില് കോൺഗ്രസ് നേതാക്കന്മാര്, പ്രവർത്തകര്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. നരേന്ദ്രമോദിജി ജനാധിപത്യപരമായ ഒരു എലക്ടഡ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ എത്രയോ ജനങ്ങളാണ്. ഒരു ലെജിറ്റിമേറ്റ്, ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഒരു ലീഡറാണ്. അദ്ദേഹത്തിനെയോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പനും സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഏറെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി. ഈ നീറ്റ് എക്സാമിനേഷന്റെ ലീക്ക് നടന്നപ്പോൾ അന്ന് മുതൽ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കണം. മെയ് മുതൽ CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഉദ്യോഗസ്ഥന്മാരെ മാറ്റി, നീറ്റ് റീ എക്സാമിനേഷൻ നടത്തി, എല്ലാം സക്സസ്ഫുൾ ആയി ചെയ്തു. എന്നിട്ടും ഇന്ന് സ്റ്റുഡൻസിന്റെ ഭാവിക്ക് വേണ്ടി, വിദ്യാർത്ഥി യുവാക്കളുടെ ഭാവിക്ക് വേണ്ടി അവർക്ക് സമരം ചെയ്യാൻ അവർക്കൊരു അവകാശമുണ്ട്
എന്ന് സമ്മതിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. സമരം ചെയ്യണം, ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പരിശോധിക്കണം. ഇതിന്റെ ഉത്തരവാദിത്വം ആരാണെങ്കിലും അവർക്ക് ഒരു പണിഷ്മെന്റ് കിട്ടണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ഇന്നലെയും അദ്ദേഹം പറഞ്ഞു ഇതൊരു പാപമാണ്. അപ്പോൾ കൃത്യമായി BJPയും നരേന്ദ്രമോദി സർക്കാരാണ് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി 12 കൊല്ലമായി അധ്വാനിക്കുന്നതും ഇനിയും അധ്വാനിക്കും, ഇനിയും പ്രവർത്തിക്കും. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ കുട്ടികളുടെ പേരിൽ കോൺഗ്രസ് മുതലെടുക്കുന്ന ഈ രാഷ്ട്രീയം നമ്മൾ മറക്കരുത്. ആ കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ നഡ്ഡാജിയാണ് അവരെ പോയി കണ്ടത്, ജിതേന്ദർ സിംഗ്ജിയാണ് അവരെ പോയി കണ്ടത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ ഒരു മിനിറ്റ് പോയില്ല അവരൊപ്പം സംസാരിക്കാനോ കാണാനോ. അവരെത്തിയത് എവിടെയാണ്? പ്രധാനമന്ത്രിന്റെ വീടിന്റെ മുമ്പിൽ. ആരോപ്പം എത്തി? ഉമർ ഖാലിദ്, ടുക്കഡേ ഗ്യാങ്, ആർട്ടിക്കിൾ 370 മടങ്ങി കൊണ്ടുവരണം എന്ന് പറയുന്ന വ്യക്തികൾ, അവരുടെ ഒപ്പമാണ് ഈ രാഷ്ട്രീയം ചെയ്യുന്നത്. ഞാൻ ആദ്യമല്ല ഇത് വിചാരിക്കുന്നത് ഇവരൊരു അവസരവാദ രാഷ്ട്രീയമാണെന്ന്. അതൊന്നല്ല, ഇതൊരു ഗൂഢാലോചനയാണ്. കോൺഗ്രസിന് ജനാധിപത്യ വഴി അവർക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. 14, 19, 24 ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം ജനങ്ങൾ തീരുമാനിച്ച് ഒരു നല്ല മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിന്. അപ്പോൾ ഏത് വഴിയാണ് അവർക്ക് ഇനിയിപ്പോ ഭരണത്തിൽ വരാൻ ഒരു സാധ്യത? ഇങ്ങനത്തെ ഒരു ഗൂഢാലോചന, ജനാധിപത്യത്തിന് അട്ടിമറിച്ച്. അത് നമ്മൾ ആദ്യം കണ്ടതാണ് കർഷക സമരത്തിന്റെ സമയം, അത് കഴിഞ്ഞിട്ട് CA സമരത്തിന്റെ സമയം. അതിന്റെ അന്വേഷണം നടത്തിയപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? അതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചല്ലോ. ഞാൻ ഇന്ന് പറയുന്നു, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഭരണഘടനയിൽ പ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രി അവിടെ പോയി നിയമം ലംഘിച്ചു, വയലേറ്റ് ചെയ്തു ലോസ്. വരാൻ പോകുന്ന ദിവസത്തിൽ അദ്ദേഹം മാപ്പ് പറയും. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പുറത്തു വരുമ്പോൾ, ഈ ഗൂഢാലോചനന്റെ പിന്നിൽ ആരാണെന്ന് പുറത്തു വരുമ്പോൾ, അവിടെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ VD സതീശനാണോ മാപ്പ് ചോദിക്കും. ഞാൻ ഇന്ന് ഉറപ്പായിട്ട് പറഞ്ഞു. കാരണം കർഷക സമരത്തിന്റെ സമയത്തും CA സമരത്തിന്റെ സമയത്തും ഇതിന് നടന്നത് ഒരു ഗൂഢാലോചന. എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിജിനെ മാറ്റണം, BJP NDA സർക്കാരിനെ മാറ്റണം, ഇതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരാണ് ജനങ്ങൾ, പൊതുസമൂഹം, ഇന്ത്യൻ സിറ്റിസൺസ്. അവരിത് സമ്മതിക്കില്ല. കോൺഗ്രസുകാർ എന്ത് നാടകം ചെയ്താലും, ഏത് ഗൂഢാലോചന ചെയ്താലും, ജമാഅത്തോ ചൈനയോ പാകിസ്ഥാനോ ആരുടെ പങ്കാളിയാക്കിയാലും ഈ നാടിന്റെ ജനങ്ങള് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ട് ഈ നാടിനെ സംരക്ഷിക്കും, രാജ്യത്തിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ വാക്ക് ചുറ്റുമ്പോൾ എല്ലാവർക്കും ഭാരത് മാതാ കി, ഭാരത് മാതാ കി.